ഹലോ, ഇന്ന് നമ്മളൊരു പരീക്ഷണമാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പരീക്ഷണം ചെയ്ത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു A4 പേപ്പറാണ് ആദ്യം എടുത്തിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സൊക്കെ വരയ്ക്കാം. ഞാനിവിടെ കുറച്ച് പൂവും എലിയും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയാണ് മെയിൻ പരിപാടി. ഇതേപോലെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പേപ്പേഴ്സ് എടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ചുരുട്ടി കൊടുക്കുക. കുറച്ച് ഇതേപോലെ റിങ്കിൾസ് ഒക്കെ വേണം. എന്നിട്ട് ഇത് വളരെ ചെറിയ പീസ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ കട്ട് ചെയ്ത പീസുകളൊക്കെ നമ്മൾ ഗമ്മാക്കി ഒന്ന് ഇതിൻ്റെ മുകളിൽ ഫ്ലവറിൻ്റെ മുകളിൽ ഫ്ലവറായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫ്ലവറിൻ്റെ ബോർഡർ കഴിയരുത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഈ ഫ്ലവർ മൊത്തത്തിൽ ഒട്ടിച്ച് വരുമ്പോൾ നമുക്കൊരു അടിപൊളി ലുക്ക് കിട്ടും. ഞാനിവിടെ യെല്ലോ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി 2 ഷെയ്ഡിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഒരു ഡീപ്പ് യെല്ലോയും പിന്നെ ഒരു ലൈറ്റ് യെല്ലോയാണ് കൊടുത്തിട്ടുള്ളത്. ഈ പൂക്കളിൽ ഇതൊക്കെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, അതുപോലെ നല്ല ക്ഷമയും വേണം. ഈ ഫ്ലവറിൻ്റെ നടുക്ക് പിങ്ക് കളറിലെ പേപ്പർ കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ലീഫ് വേണ്ടവർക്ക് ലീഫ് വരച്ചിട്ട് ഗ്രീൻ പേപ്പർ കൊണ്ട് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്